ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ ചാലിയം കടലുണ്ടി ഒരു എക്സ്പോ കാണാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ എൻ്റെ വീട് കടലുണ്ടി തന്നെയാണ്. കടലുണ്ടി എന്ന ചാലിയത്തേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ചാലിയത്തുള്ള ഈ ഒരു എക്സ്പോ ഇപ്പം ഡിസംബർ 20 തുടങ്ങിയതാണ്. അത് വന്നിട്ട് ജനുവരി 19 വരെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നല്ല ഭംഗിയിൽ നമ്മുടെ ഈ ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് നല്ല പിക്സൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 50 രൂപയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ കൂടെയുള്ള കുട്ടിക്ക് 9 വയസ്സുണ്ട്, അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിന്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ആ ഒരു ലണ്ടൻ ബ്രിഡ്ജൊക്കെ കയറി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേമാതിരി കുറേ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു 3D ടൈപ്പുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വലിയൊരു സ്പേസ് നമുക്ക് ഈ ഒരു മെയിനായിട്ട് കാണാനായിട്ട് ഈ ഒരു വലിയൊരു സ്പേസാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ വന്നിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പല ഈ പക്ഷികളെ ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അതായത് നമ്മൾ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ പക്ഷികൾ ഇതിൻ്റെ ഒരു ഒറിജിനൽ സൗണ്ട് ഉണ്ടല്ലോ അതുണ്ടാക്കും. അതൊരു നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. ഈ തത്ത, അതുമാതിരി മൂങ്ങ, പിന്നെ ഒട്ടകപ്പക്ഷി, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് പക്ഷികളെയും ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും പിന്നെ കുഞ്ചും കൂടിയാണ് ഈ എക്സ്പോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. മറ്റേ നമ്മളെ ഒട്ടക പക്ഷീനെയൊക്കെ നല്ല ഭംഗിയിൽ ഇവരുണ്ടാക്കി വെച്ചതിന്. തത്തയുണ്ട് അപ്പുറത്ത്. പിന്നെ അതുമാതിരി ഇവരിങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. നമ്മളടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ അപ്പുറത്തേക്കായിട്ട് പെൻഗ്വിൻസ്, പിന്നെ അതുമാതിരി ഇതുപോലെയുള്ള വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിട്ട് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ, അതായത് ഈ വലിയൊരു സർക്കിൾ ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഈ ബേർഡ്സും പിന്നെ അതുമാതിരി കുറേ ഈ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദുബായ് ഫീല് കിട്ടുന്ന കുറേ ഐറ്റംസുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പറയാനാണെങ്കിൽ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വൈബ് കിട്ടിയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് പോയത്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ വലിയ ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ അത് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത് മെയിനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ഈ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു ഫ്ലേവറാണ്. പിന്നെ കുഞ്ചും അമ്മയും കഴിച്ചത് സ്പാനിഷ് ഡിലൈറ്റാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കിഡ്സിൻ്റെ ഒത്തിരി സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതുമാതിരിയുള്ള കുറേ ജീപ്പുകൾ ഉണ്ട് ഇവിടെ കയറി കളിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇതുമാതിരിയുള്ളൊരു ഡ്രാഗൺ സംഭവമുണ്ട്. ഇതൊക്കെ നൈസാണ് കാണാനായിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കയറാനായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളെ യന്ത്രഊഞ്ഞാൽ, അതുമാതിരി ആകാശത്തോണി പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും കുഞ്ചുവിനും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അമ്മ തീരെ സമ്മതിച്ചില്ല. അമ്മ അങ്ങനെ വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമുക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇത് ചാലിയത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഏരിയയിലുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണാം. 50 രൂപയ്ക്ക് വർത്ത് വാച്ചിങ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റ് വീഡിയോസ് ആയിട്ട് ഉടനെ കാണാൻ. ടിൽ ദെൻ ബൈ.